നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും വിലമതിക്കുന്നതും എന്നാൽ അത്ര പോപ്പുലർ ആവാതെ പോയ സിനിമകളുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സിനിമകളെ വിലയിരുത്തപ്പെടുന്നത് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്ത സിനിമകൾ അല്ലെങ്കിൽ അത്ര ആഘോഷിക്കപ്പെട്ടിട്ടില്ലാത്ത എന്നാൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട സിനിമകൾ എന്ന തരത്തിലാണ്. ആദ്യത്തെ സിനിമ പബ്ലിക് എനിമീസ്. 2009 പുറത്തിറങ്ങിയ മൈക്കിൾ മാൻ സംവിധാനം ചെയ്ത അമേരിക്കയിലെ നമ്പർ 1 കുറ്റവാളിയായ ജോൺ ഡില്ലിഞ്ചർ ആയി ജോൺ ഡെപ്പ് അഭിനയിക്കുന്ന ബയോഗ്രഫിക്കൽ മൂവിയാണ് പബ്ലിക് എനിമീസ്. അതായത് ഈ സിനിമ പറയുന്നത് യഥാർത്ഥ നടന്ന സംഭവങ്ങളാണ്. പലതരത്തിലുള്ള സിനിമകളുടെ ഒരു മിശ്രണമാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ സസ്പെൻസ് ഉണ്ട്, ത്രില്ലറാണ്, ഇമോഷണൽ ഡ്രാമയാണ്, റൊമാൻസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലും കാണിയെ പിടിച്ചിരുത്താൻ കെൽപ്പുള്ള ഒരു സിനിമയാണ് പബ്ലിക് എനിമീസ്. അഭിനേതാക്കളുടെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മികച്ചതാണ്. നിങ്ങൾ ഇതുവരെയും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. രണ്ടാമത്തെ സിനിമ ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ. ഈ സിനിമ ഒരു സ്ത്രീയുടെ വീക്ഷണ കോണിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് ആകട്ടെ ഫ്രാൻസിസ് ഫോർഡ് കൊപ്പോളോ എന്ന ലെജൻഡറി സംവിധായകന്റെ മകൾ സോഫിയോ കൊപ്പോളോ ആണ്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്കാർലറ്റ് ജൊഹാൻസൺ ആണ്. ബിൽ മുറയാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സിനിമ അല്പം സ്ലോ മൂവിംഗ് ആണ്, പക്ഷെ മനസ്സിൽ നിന്ന് കഥ പറയുന്ന സിനിമയാണ്. സിനിമ ലൗഡ് അല്ല, എല്ലാം മനസ്സിന്റെ ചിന്തകളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് പോലെ ഫീൽ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ മനസ്സ് തുറന്നു കാട്ടുന്ന സിനിമ എന്നൊക്കെ പറയാം. ജീവിതത്തിലെ സങ്കീർണതകളെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ സങ്കീർണതകളെ ഒക്കെ ഈ സിനിമ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. സ്ലോ ബേൺ, ഇമോഷണലി ഡെപ്ത് ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ്. മൂന്നാമത്തേത് 3:10 to Yuma. 2007 പുറത്തിറങ്ങിയ ഈ സിനിമയിലെ അഭിനേതാക്കളുടെ പേര് പറഞ്ഞാൽ മാത്രം മതി നിങ്ങൾ ഈ സിനിമയിൽ ഇൻട്രസ്റ്റഡ് ആകും. എന്നാൽ ഈ സിനിമയും അത്ര ആഘോഷിക്കപ്പെട്ടിട്ടില്ല. റസൽ ക്രോയും ക്രിസ്ത്യൻ ബെയിലും ആണ് പ്രധാന കഥാപാത്രങ്ങൾ. രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നു. ഇതൊരു ത്രില്ലറും പീരീഡ് ആക്ഷൻ ഡ്രാമയും ഒക്കെയാണ്. ഇതിൽ നായകൻ ആരാണ്, വില്ലൻ ആരാണ് എന്നൊക്കെ നിങ്ങൾക്ക് അവസാനം കൺഫ്യൂഷൻ ആവും. ഞങ്ങളുടെ അഭിപ്രായത്തിൽ സിനിമാ പ്രേമികൾ എന്തുകൊണ്ടും കണ്ടിരിക്കേണ്ട സിനിമകളിൽ ഒന്നാണ് 3:10 to Yuma. നാലാമത്തേത് ജുനോ. തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമയാണിത്. വിഷയം ടീൻ പ്രഗ്നൻസിയാണ്. വളരെ ഗാംഭീര്യമുള്ള ഒരു വിഷയം അതിലേറെ ലളിതമായാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അഭിനയിക്കുന്നത് വളരെ ക്യൂട്ടായ എലിയറ്റ് പേജും മൈക്കിൾ സെറയും. ഇതൊരു കമ്മിങ് ഓഫ് ഏജ് ജോണറിൽപ്പെട്ട മൂവിയൊക്കെയാണ്. എന്നാൽ ധാരാളം കോമഡിയും ഡ്രാമയും ഒക്കെ സിനിമയിലുണ്ട്. ടീനേജ് മൂവി എന്നും പറയാമെങ്കിലും ഏതാണ്ട് എല്ലാ പ്രായക്കാരും ഇത് എൻജോയ് ചെയ്യും. മനോഹരമായ ഒരു സിനിമയാണ്, വ്യത്യസ്തമായ സിനിമയാണ്. ഇതുപോലുള്ള സിനിമകൾ അധികം സംഭവിക്കാറില്ല. അഞ്ചാമത് ബ്രൈറ്റ് സ്റ്റാർ. 2009 പുറത്തിറങ്ങിയ ജോൺ കീറ്റ്സ് എന്ന പ്രസിദ്ധനായ ഇംഗ്ലീഷ് കവിയുടെ യഥാർത്ഥ പ്രണയകഥ പറയുന്ന സിനിമയാണ് ബ്രൈറ്റ് സ്റ്റാർ. അല്പം സ്ലോ ആയി നീങ്ങുന്ന ഈ സിനിമയുടെ ചിത്രീകരണവും ഫ്രെയിംസും ഒക്കെ ബ്യൂട്ടിഫുൾ ആണ്. ക്ഷമയോടുകൂടി ഇരുന്ന് ആസ്വദിക്കേണ്ടതാണ് ഈ സിനിമ. വളരെ ആഴത്തിൽ പ്രണയിക്കുന്ന മനസ്സിനെ തൊടാൻ കഴിവുള്ള സിനിമയാണ്. ഇതൊരു പ്യുവർ റൊമാൻറ്റിക് ബയോഗ്രഫിക്കൽ സ്റ്റോറിയാണ്. ആസ്വദിച്ചിരുന്ന് കണ്ടാൽ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന വികാരങ്ങൾ നമ്മളുടെ മനസ്സിലൂടെയും കടന്നുപോകും. എല്ലാ ജോണർ ഓഫ് സിനിമകളും ആസ്വദിക്കാൻ കഴിവുള്ളവർക്കാണ് ഞാൻ മുകളിൽ പറഞ്ഞ എല്ലാ സിനിമകളും ഒരുപോലെ എൻജോയ് ചെയ്യാൻ കഴിയും. 5 സിനിമകളും വ്യത്യസ്തങ്ങളായ സിനിമകളാണ്. വ്യത്യസ്ത ജോണറുകളിൽ ഉള്ള സിനിമകളാണ്. ചിലത് സ്ലോ ബേൺ ആണ്, ചിലത് ഫാസ്റ്റ് പേസിൽ മൂവ് ചെയ്യുന്നതാണ്. പക്ഷെ എല്ലാ തരത്തിലുള്ള സിനിമകളും നിങ്ങൾക്ക് ആസ്വദിക്കണമെന്നും പഠിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും കാണേണ്ട സിനിമകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സിനിമയെ ആഴത്തിൽ കാണാനുള്ള ഒരു താല്പര്യം കൂടി ഉണ്ടെങ്കിൽ ഈ സിനിമകൾ നിങ്ങൾക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിയും. നിങ്ങൾ ഈ സിനിമകൾ ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ വീണ്ടും വരും. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.